അയ്യപ്പൻകോവിൽ പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ സർക്കാർ മാനദണ്ഡങ്ങൾക്ക് വിപരീതമായി ജോലി ചെയ്യുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. ഇവർക്ക് പകരം യോഗ്യതയുള്ളവരെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമിക്കുമെന്നും അടുത്ത കമ്മിറ്റിയിൽ ഇക്കാര്യം ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൾ ജോൺസൺ പറഞ്ഞു. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ആയുർവേദ ആശുപത്രി, ഹോമിയോ ആശുപത്രി എന്നിവിടങ്ങളിലാണ് മാനദണ്ഡങ്ങൾ മറികടന്ന് ജീവനക്കാർ ജോലി ചെയ്യുന്നത്. ആയുർവേദ ആശുപത്രിയിൽ 2 പേരും ഹോമിയോ ആശുപത്രിയിൽ ഒരാളുമാണ് നിയമങ്ങൾ മറികടന്ന് ജോലി ചെയ്യുന്നത്. ഇവർക്ക് മതിയായ യോഗ്യതയുമില്ല. മുമ്പ് ദിവസവേതനത്തിൽ ഡ്രൈവർ ജോലി ചെയ്തിരുന്നവർ 10 വർഷം പൂർത്തിയായപ്പോൾ കോടതിയെ സമീപിച്ച് ജോലി സ്ഥിരപ്പെടുത്തിയിരുന്നു. കോടതി ഇങ്ങനെ ജോലിക്ക് വെക്കുന്നവർക്ക് മാനദണ്ഡം നിശ്ചയിക്കാൻ സർക്കാരിന് നിർദ്ദേശവും നൽകിയിരുന്നു. സർക്കാർ 2023 മാനദണ്ഡങ്ങൾ തീരുമാനിച്ച ഉത്തരവ് നൽകിയിരുന്നു. 18-നും 40-നും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണമെന്നും മതിയായ യോഗ്യത ഉണ്ടായിരിക്കണമെന്നും നിലവിൽ ജോലി ചെയ്യുന്നവരെ പിരിച്ചുവിട്ട് എംപ്ലോയ്മെന്റ് വഴി നിയമിക്കണമെന്നും ഉത്തരവിൽ നിർദ്ദേശമുണ്ട്. 3 പേരുടെ 179 ദിവസവേതന കരാർ തീർന്നിട്ട് 2 മാസം കഴിഞ്ഞു. പുതുക്കാനായി അപേക്ഷ ലഭിച്ചപ്പോൾ സെക്രട്ടറി വിയോജനക്കുറിപ്പ് എഴുതുകയും പ്രതിപക്ഷ അംഗങ്ങളിൽ ചിലർ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് കരാർ പുതുക്കാൻ കഴിഞ്ഞില്ല. ഇതോടെ 3 ജീവനക്കാർക്ക് പഞ്ചായത്തിന്റെ ജോലി ചെയ്യാനുള്ള അനുമതിയും നഷ്ടമായി. പ്രശ്നം പൊതു ചർച്ചയായതോടെ ഇവർക്ക് പകരം എംപ്ലോയ്മെന്റിൽ കത്ത് നൽകി അഭിമുഖം നടത്തി യോഗ്യരായവരെ ജോലിക്ക് വെക്കാനാണ് ഇപ്പോൾ തീരുമാനം. ഓഫീസ് പ്രവർത്തനം സുഗമമായി നടക്കാനാണ് ഇവരെ പിരിച്ചുവിടാത്തത്. അടുത്ത പഞ്ചായത്ത് കമ്മിറ്റിയിൽ തീരുമാനിക്കുമെന്നും ജയ്മോൾ ജോൺസൺ പറഞ്ഞു. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ആയുർവേദ ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ ഹോമിയോ ഹോസ്പിറ്റലിലും ദിവസവേതനാടിസ്ഥാനത്തിൽ വർഷങ്ങളായിട്ട് 3 പേര് ജോലി ചെയ്തു വരുന്നുണ്ട്. 2023 പ്രിൻസിപ്പൽ ഡയറക്ടറിൻ്റെ ഒരു കത്തുണ്ടായിരുന്നു. അത് അവരുടെ പ്രായപരിധി എന്ന് പറയുന്നത് 18-നും 40-നും മധ്യയാണ്. അതോടൊപ്പം തന്നെ അവർ ഇപ്പോൾ പുതിയുള്ള നിയമനങ്ങൾ, പഞ്ചായത്തിലുള്ള നിയമനങ്ങൾ എടുക്കുന്നതെല്ലാം ഒന്നെങ്കിൽ PSC വഴിയായിരിക്കണം, ഇല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ ഇവരുടെ ലിസ്റ്റ് വാങ്ങി അവരിൽ നിന്ന് ഇൻ്റർവ്യൂ എടുത്ത് വേണം നിയമിക്കാൻ എന്നൊരു ഉത്തരവ് നമുക്കുണ്ട്. അതാണ് കഴിഞ്ഞ മാസം 20-ാം തീയതി കൂടി കമ്മിറ്റിയിൽ സെക്രട്ടറി ഉത്തരവ് അവതരിപ്പിക്കുകയും എല്ലാ അംഗങ്ങളും ഇവരെ നിലനിർത്തി പോകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ സെക്രട്ടറി അവിടെ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണസമിതി അംഗങ്ങളെല്ലാം ആശയക്കുഴപ്പത്തിലായി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് ഈ എംപ്ലോയ്മെൻറ്റിലോട്ട് അവരുടെ ലിസ്റ്റ് വാങ്ങി ഇൻ്റർവ്യൂ നടത്തി പുതിയ ആളെ എടുക്കാനും തീരുമാനിച്ചു. അതോടൊപ്പം തന്നെ നമ്മുടെ ആയുർവേദത്തിൻ്റെയും ഹോമിയോ ഹോസ്പിറ്റലിൻ്റെയും പ്രവർത്തനം നിലച്ചു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്, നിലവിലുള്ള തൽസ്ഥിതി തുടരുന്നതിന് വേണ്ടിയിട്ടാണ് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. എംപ്ലോയ്മെൻറ്റിൽ നിന്ന് ലിസ്റ്റ് കിട്ടിയാൽ ഇൻ്റർവ്യൂ നടത്തി പുതിയ ആളെ എടുക്കുന്നതിനാണ് ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ളത്. ആദ്യം ഇവരെ നിയമിച്ചത് 3 മാസത്തേക്കാണ്. 3 മാസം കഴിയുമ്പോൾ പഞ്ചായത്ത് കമ്മിറ്റിക്ക് അപേക്ഷ നൽകുന്ന മുറയ്ക്ക് പുതുക്കി നൽകുകയാണ് പതിവ്. ഈ ഭരണസമിതിയുടെ ആദ്യഘട്ടത്തിൽ ഇത് 179 ദിവസമായി മാറ്റി. എന്നാൽ ഇവർ കരാർ ജീവനക്കാരല്ല, ദിവസവേതനക്കാരായിട്ടാണ് കണക്കാക്കുന്നത്. 40 വയസ്സിന് മുകളിലുള്ളവരെ ജോലിക്ക് വെക്കരുതെന്നും നിയമമുണ്ട്. നിയമം ലംഘിച്ചാണ് 3 ജീവനക്കാർ ജോലി ചെയ്യുന്നത്. ഭരണസമിതിയുടെ അനുമതിയില്ലാതെ ജോലി ചെയ്ത സമയത്തെ ശമ്പളം ഭരണസമിതി തിരിച്ചടക്കേണ്ടി വരും. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.